എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്, പിന്നെ ഓയിലൊന്നും അധികം വേണ്ട. ഓയിലി സ്നാക്കൊന്നും കഴിക്കാത്തവർക്ക് ഇത് ഉണ്ടാക്കിയാൽ മതി. ഇത് സ്നാക്കായിട്ടല്ല, ഡിന്നറിന് വരെ കഴിക്കാം. നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇത് ചൂടോടെ കഴിക്കണം, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1.5 കപ്പ് മൈദ എടുക്കുക. പിന്നെ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇളം ചൂടുവെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഒരു സ്പൂണ് കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് അവിടെ അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് അവിടെ അടച്ച് വെക്കണം. പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നല്ലോണം കുഴക്കണം, നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. ഇതിങ്ങനെ കുഴക്കുന്ന സമയത്ത് കൈക്ക് പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. എന്നിട്ടാകുമ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ആ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും ആക്കി കൊടുക്കുക. ഒലീവ് ഓയിൽ തന്നെ വേണമെന്നില്ല, സൺഫ്ലവർ ഓയിലായാലും മതി, വെളിച്ചെണ്ണ എടുക്കണ്ട. എന്നിട്ടാകുമ്പോൾ അതിലിട്ടിട്ട് അടച്ച് വെക്കുക. ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായി പൊങ്ങി വരും. പിന്നെ ഇതിന് ഒരു ഫില്ലിങ് വേണം. ഫില്ലിങ് ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഉള്ള ഫില്ലിങ്ങാണ് എടുത്തത്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ക്യാരറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്തിട്ട ഫില്ലിങ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫിൻ്റെത് ഉണ്ടാക്കാം, മുട്ട ഉണ്ടാക്കാം, ചിക്കൻ്റെ ഷവർമയുടെ ഫില്ലിങ് ഉണ്ടാക്കാം, മയോണൈസ് മിക്സ് ചെയ്തിട്ട് അതുപോലത്തെ ഫില്ലിങ്ങും ഉണ്ടാക്കാം. ഏത് ഫില്ലിങ് ആയാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ അതാ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോരോ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കണം. ഇതിങ്ങനെ പരത്തിയിട്ടാകുമ്പോൾ അതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് പരത്തുന്നെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ അറ്റത്തുനിന്ന് 2 കട്ട് ചെയ്തിട്ട് പകുതിക്ക് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കണം. എന്നിട്ടാകുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൽ ചീസ് വെച്ച് കൊടുക്കണം. ചീസ് ഞാനിപ്പോൾ സ്ലൈസ് ചീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. മറ്റേ മോസറല്ല ചീസാണെങ്കിൽ അത് വെച്ച് കൊടുക്കുക, ഏതായാലും മതി. എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് ചുരുട്ടിയെടുക്കണം. എന്നിട്ടാകുമ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുക, അതിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 2 എണ്ണം വേഗം വെച്ചതാണ്, 3-4 എണ്ണം വെച്ച് കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ അതിൻ്റെ മേലെ മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. മുട്ട നല്ലോണം കടഞ്ഞെടുത്തിട്ട് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിൻ്റെ മേലെ വെളുത്ത എള്ളിട്ട് കൊടുത്തിന്, പക്ഷേ അതിൻ്റെ വീഡിയോ കട്ടായിപ്പോയി, ഓണാക്കാൻ മറന്നുപോയി. വെളുത്ത എള്ളിട്ടാൽ പിന്നെ ഈ ക്യാപ്സിക്കും തക്കാളിയും ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക. തക്കാളിയുടെ കുരുവൊന്നും ഇല്ലാണ്ട് ആ തോല് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് വെക്കണം നിർബന്ധമൊന്നുമില്ല, ഇത് ഞാനൊരു മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തതാണ്. അങ്ങനെ വെച്ചിട്ടാകുമ്പോൾ അടച്ച് വെച്ചിട്ട് ഗ്യാസിൽ വെച്ച് കൊടുക്കുക. ആദ്യത്തെ 1 മിനിറ്റ് തീ കൂട്ടി വെക്കുക. പിന്നെ ഒരു 6-7 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ടാകുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടും ഒരു 6-7 മിനിറ്റ് ഇപ്പുറത്തെ സൈഡും ഒന്ന് വേവിച്ചെടുത്താൽ മതി. എണ്ണയൊന്നും ഇല്ലാത്ത അടിപൊളി സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.
ഇത് പിന്നെ ചൂടോടെ കഴിക്കണം. ചൂടോടെ കഴിക്കുമ്പോൾ അതിൻ്റെ ആ ചീസെല്ലാം നല്ലോണം മെൽട്ടായി നല്ല ടേസ്റ്റ്, അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ ചൂടോടെ കഴിക്കണം. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.